ക്യൂട്ട് ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയാലോ? ഇത് ഭയങ്കര ക്യൂട്ടാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 2 സ്ക്വയർ പേപ്പേഴ്സാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ അളവ് എഴുതുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി അത് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതിന് അളവ് നിങ്ങൾക്ക് കാണിച്ചു തരണം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ 4 കോർണേഴ്സിലും 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അളന്ന് വരയ്ക്കുക. സെൻറ്ററിലെ പോർഷനകത്ത് 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അളന്ന് വരയ്ക്കാം. ഇനി ലിഡ് പോർഷൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ലിഡിലേക്ക് 6.3 സെൻറ്റിമീറ്ററാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം കുറച്ച് കൂടുതൽ കൊടുത്താലേ നമുക്ക് അടയുള്ളൂ. ലിഡ് വെച്ചിട്ട് നമുക്ക് താഴത്തെ പോർഷൻ അടയ്ക്കണം എന്നാണെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കണം. അതുപോലെ തന്നെ 4 കോർണേഴ്സിലും ഞാൻ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇനി നമുക്ക് വരച്ച് കട്ട് ചെയ്ത് വെച്ചാൽ സാധനം ബോക്സ് ആക്കണ്ടേ? ബോക്സ് ആക്കാൻ വേണ്ടി ഞാനിവിടെ കോമ്പസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോമ്പസ് വെച്ചിട്ട് 4 സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റായിട്ട് മടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രഷർ കൊടുത്ത് മാർക്ക് ചെയ്യരുത്, അപ്പോൾ കീറിപ്പോകും, പേപ്പറാണല്ലോ. എന്നിട്ട് 4 സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ 4 കോർണേഴ്സും നമ്മൾ കട്ട് ചെയ്ത് കളയാം. നമുക്ക് ആ 4 കോർണേഴ്സിൻ്റെ ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ബോക്സ് ആയിട്ടല്ല ചെയ്യുന്നത്, ഒരു പോപ്പപ്പ് ബോക്സ് പോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് ലിഡ് ചെയ്യാം. ലിഡും അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് 4 സൈഡും ഞാൻ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിഡ് ഫ്ലോപ്പ് ആവും. അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. നല്ല കിടിലം മഴയാണ് കേട്ടോ പുറത്ത്, അതുകൊണ്ടാണ്. അപ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട. ഇപ്പം നമ്മുടെ ലിഡും സെറ്റായിട്ടുണ്ട്. ഇനി ആ 4 സൈഡും ഒരു ഡബിൾ സൈഡ് ടേപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എനിക്ക് മടി കാരണം കൊണ്ട് ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് ആകുമ്പോൾ കുറച്ച് എളുപ്പമാണ്, പെട്ടെന്ന് ഒട്ടും. ഒരുപാട് നമ്മൾ പ്രഷറൊന്നും കൊടുക്കണ്ട. പൊട്ടിച്ച് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ ഞാൻ ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക. ക്യൂട്ട് ബോക്സ് ആണല്ലോ, അപ്പോൾ ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ വേറെ സ്റ്റിക്കേഴ്സും ഫോട്ടോസും ഒക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടുക്ക് ഇതുപോലെ ഞാൻ ഒരു ചെറിയ സ്റ്റിക്കർ വേറെ ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇനി ഞാൻ 4 സൈഡിലും നേരത്തെ പ്രിൻ്റ് എടുത്ത് വെച്ചിരുന്ന പിക്സ് ഒട്ടിച്ച് കൊടുക്കുവാണ്. ഇനി നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ച് വിഷമിക്കേണ്ട, നമുക്ക് വേറെ വഴിയുണ്ട്. കുറച്ച് കോഡ്സൊക്കെ 4 സൈഡിൽ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റിക്കർ ആണെങ്കിലും നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കാം. പക്ഷേ ഉണ്ടാക്കുമ്പോൾ 2 സ്റ്റിക്കേഴ്സും ഒരുപോലെ തന്നെ ഇരിക്കണം, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി വേണ്ടത് നൂലാണ്. നൂലെടുത്തിട്ട് 2 സ്റ്റിക്കേഴ്സും അപ്പുറം ഇപ്പുറം ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒട്ടിക്കുന്ന പോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. ഗ്ലൂ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഒട്ടാനായിട്ട്. അപ്പോൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഞാൻ സെയിം 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്ത് ക്യൂട്ടാലെ കാണാൻ, നല്ല രസമുണ്ട്. മീൻസ് എല്ലാം കൂടി ഒരുമിച്ച് വയ്ക്കുമ്പോഴേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൽ ലിഡിലേക്ക് നമുക്കിനി ഒട്ടിച്ച് കൊടുക്കണം. ഞാൻ വയ്ക്കുന്ന പോലെ തന്നെ 4 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുക്ക് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ ക്യൂട്ട് ബോക്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എന്ത് രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യണേ. ഇത് ഫ്രണ്ട്സിനോ ഗേൾ ഫ്രണ്ടിനോ ബോയ് ഫ്രണ്ടിനോ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് നോക്കാം. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ക്യൂട്ട് ബോക്സ് കാണാൻ? നല്ല രസമില്ലേ ശരിക്കും? കമൻറ്റ് ചെയ്യണോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. ഇനി ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.